മൂവാറ്റുപുഴ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി. നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 30 കൗൺസിലർമാർക്കും വലിയ സ്വീകരണമാണ് ഒരുക്കിയത്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കലിന്റെ അധ്യക്ഷതയിലാണ് പരിപാടികൾ നടന്നത്. മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ അധ്യക്ഷത വഹിച്ചു. ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങൾ സംഘടനയും, കാരണം ഒരു വ്യവസായിയായ ചെയർപേഴ്സണും വ്യവസായിയായ വൈസ് ചെയർമാനും വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരുകൾ ഉള്ളപ്പോൾ വ്യാപാരികൾക്കും വ്യവസായികൾക്കും അനുകൂലമില്ലെങ്കിൽ പിന്നെ എങ്ങും ഇല്ല എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടല്ലേ സുധാകരൻ. അപ്പോൾ അതുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെ, കാരണം കഴിഞ്ഞ മൂവാറ്റുപുഴയെ അറിയുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ കൗൺസിലർമാരും. 2018 പ്രളയവും 19 പ്രളയവും കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് ഞങ്ങളൊന്ന് എണിച്ച് നിന്നപ്പോഴാണ് നഗരവികസനത്തിൻ്റെ പേരിൽ 2 വർഷത്തെ കാലം മൂവാറ്റുപുഴ 18 തുടങ്ങി നിങ്ങളൊന്ന് എണ്ണിയാൽ അറിയാം. 18 തുടങ്ങി 2025 ഡിസംബർ കഴിഞ്ഞു. മൂവാറ്റുപുഴയിലെ നഗരത്തിലിരിക്കുന്ന വ്യാപാരികൾ ഒന്ന് ശ്വാസം വിടാനായിട്ട് അവസരം ഞങ്ങൾ കിട്ടിയിരുന്നു. പറയുമ്പോൾ എല്ലാവരും രാവിലെ എണീച്ച് കട തുറക്കേണ്ടി വൈകിട്ട് പോകുന്നുണ്ട്. എന്നും ഷട്ടർ തുറക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷയോടെ തുറക്കുന്നതാണ്. ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ കുടുംബവും ഇന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും പലപ്പോഴും ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കടകൾ അടയ്ക്കാറ്. മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൽ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിനു മടേക്കൽ, അസം ബീഗം, P രജിത, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗോപകുമാർ കല്ലൂർ, അസോസിയേഷൻ ട്രഷറർ KM ഷംസുദ്ദീൻ, അസോസിയേഷൻ ഭാരവാഹികളായ മഹേഷ് കമ്മത്ത്, PU ഷംസുദ്ദീൻ, ബോബി നെല്ലിക്കൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ആരിഫ് PVM, ഗ്രെയിൻസ് പ്രസിഡന്റ് റാഫി, വനിതാ വിംഗ് ഭാരവാഹികളായ മിനി മാത്യു, ബിജി സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു.